ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് ന്യൂജൻ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിന് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ. അതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ ഒരു ഫേവറേറ്റ് ഓഹരി എന്ന് പറയുന്നത് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയാണ്. ഓലയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും വിപണിയിലേക്ക് എത്തിയിട്ട് അധിക നാൾ ആകാത്തൊരു ഓഹരി കൂടിയാണ്. ഐപോയ്ക്ക് വന്നതിന് ശേഷം വലിയ തോതിൽ നിക്ഷേപകർക്ക് നേട്ടം നൽകുകയും 123.9 എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കുകയും അതിനുശേഷം വളരെ മാസീവായിട്ടൊരു സെൽ ഓഫ് നേരിട്ടുകൊണ്ട് 39.60 എന്നൊരു നില വരെ എത്തുന്ന ഒരു സ്ഥിതിയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഓലയിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഡെയിലി ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും വോളിയത്തിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടൊരു വളരെ എക്സ്ട്രീംലി സൈഡ് ബേസ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഇന്നലെയും ഏകദേശം 2% നഷ്ടത്തിലേക്കാണ് ഓഹരികൾ എത്തിയിരിക്കുന്നത്. ഓല ഇലക്ട്രിക് മൊബിലിറ്റിയിലുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. കൂടാതെ റീസെന്റ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത് 20th ഓഗസ്റ്റിലാണ്. അതിനുശേഷം പ്രോപ്പർ റീടെസ്റ്റ് 47 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്ത് അവിടെ നിന്നൊരു വീണ്ടും ഒരു എക്സ്റ്റൻഡ് റാലിയാണ് കാണാൻ സാധിച്ചത്. കറന്റ് ഒരു പുൾ ബാക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. 54 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കറന്റ് ഒരു ലോ റിസ്ക് ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 64 എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ മോർ മൊമെന്റം ബസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറന്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേറ്റിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്.